all, welcome to my YouTube channel. അപ്പോൾ നമ്മൾ ഇന്ന് എത്തിയിട്ടുള്ളത് അനശ്വര രാജൻ, ദീപു കരുണാകരൻ അലിഗേഷൻസിനെ പറ്റി പറയാനായിട്ടാണ്. നമ്മളേവരും കണ്ടു കഴിഞ്ഞു. ദീപു കരുണാകരൻ പറഞ്ഞിട്ടുള്ള അലിഗേഷൻസ് ഇതൊക്കെയാണ്. അനശ്വര രാജൻ അദ്ദേഹം സംവിധാനം ചെയ്തിട്ടുള്ള മൂവിയായ മിസ്റ്റർ ആൻഡ് മിസ്സസ് ബാച്ചിലർ എന്ന മൂവിയിൽ അഭിനയിച്ചിട്ടുണ്ട്. എന്നാൽ അത് റിലീസായിട്ടില്ല. അതിൻ്റെ പ്രൊമോഷനും കാര്യങ്ങൾക്കൊന്നും അനശ്വര സഹകരിക്കുന്നില്ല എന്നുള്ള രീതിയിലാണ് അദ്ദേഹം പോസ്റ്റ് ചെയ്തിട്ടുള്ളത്, അല്ലെങ്കിൽ ഇൻ്റർവ്യൂ കൊടുത്തിട്ടുള്ളത്. എന്നാൽ അതിനെതിരെ അനശ്വര തന്നെ ഇപ്പോൾ രംഗത്തെത്തിയിട്ടുണ്ട്. അവരുടെ ഇൻസ്റ്റഗ്രാം പോസ്റ്റ് വഴിയാണ് ഒരു കുറിപ്പ് തന്നെ അവർ എഴുതിയിട്ടിട്ടുണ്ട്. അനശ്വരയുടെ മറുപടി ഇങ്ങനെയാണ്: തികച്ചും വേദനാജനകമായ ചില സാഹചര്യങ്ങൾ നേരിടേണ്ടി വന്നതിലാണ് ഇന്ന് ഈ കുറിപ്പ് എഴുതേണ്ടി വരുന്നത്. കഴിഞ്ഞ കുറച്ച് ദിവസങ്ങളായി സംവിധായകൻ ശ്രീ ദീപു കരുണാകരൻ പല മാധ്യമങ്ങളിലും ഞാൻ പ്രമോഷന് സഹകരിക്കില്ല എന്ന് ഇൻ്റർവ്യൂകൾ നൽകി എന്നെ അപകീർത്തിപ്പെടുത്തുന്ന പരാമർശങ്ങൾ നടത്തി വരുന്നുണ്ട്. അദ്ദേഹത്തിൻ്റെ സംവിധാനത്തിൽ ഞാൻ അഭിനയിച്ച മിസ്റ്റർ ആൻഡ് മിസ്സസ് ബാച്ചിലർ എന്ന ഈ ചിത്രം 2024 ഓഗസ്റ്റിൽ റിലീസ് ചെയ്യാൻ പ്ലാൻ ചെയ്തിരുന്നതാണ്. പക്ഷേ അത് റിലീസായിട്ടില്ല കേട്ടോ. ആദ്യം തന്നെ കൃത്യമായി കാശെണ്ണി പറഞ്ഞ് ചോദിച്ച് വാങ്ങിയിട്ടാണ് പലപ്പോഴും ഞാൻ ഷൂട്ടിന് പോലും വന്നിട്ടുള്ളത് എന്ന് അദ്ദേഹം പറഞ്ഞിരുന്നു. അതിനെപ്പറ്റി അവർ വിശദീകരിക്കുന്നുണ്ട് എന്താണ് കാര്യം എന്നുള്ളത് കേട്ടോ. സിനിമയുടെ ഷൂട്ട് സമയത്ത് പേയ്മെൻറ്റിൻ്റെ ഇഷ്യൂ വന്നപ്പോൾ പ്രൊഡ്യൂസർ പേയ്മെൻറ്റ് അക്കൗണ്ടിലേക്ക് ഇടാതെ റൂമിൽ നിന്നും ഇറങ്ങണ്ട എന്ന് ഈ ദീപു കരുണാകരൻ എന്നോട് പറഞ്ഞിരുന്നു എന്നാണ് അവർ പറയുന്നത് കേട്ടോ. എങ്കിലും ഷൂട്ടിംഗ് നിർത്തി വെക്കണ്ട, ഈ ഒരു അവസ്ഥയിലും ഷൂട്ട് തീരട്ടെ എന്നുള്ള അഭിപ്രായത്തിൽ അവർ മുന്നോട്ട് പോവുകയായിരുന്നു എന്നാണ് പറയുന്നത്. അപ്പോൾ രണ്ടാമത് ദീപു കരുണാകരൻ പറഞ്ഞിട്ടുള്ള അലിഗേഷനും ഇവിടെ നമുക്ക് പൊളിഞ്ഞിരിക്കുകയാണ്. അവരല്ല ഇങ്ങനെയുള്ള പേയ്മെൻറ്റ് ഇഷ്യൂസിൻ്റെ കാര്യങ്ങൾ പറഞ്ഞിട്ടുള്ളത്. പിന്നെ അവർ ജോലി ചെയ്തതാണ്, പേയ്മെൻറ്റ് എന്തായാലും വാങ്ങണം. നമ്മളെന്തായാലും എണ്ണി പറഞ്ഞ് തന്നെയല്ലേ പൈസ വാങ്ങുക, അല്ലാതെ അദ്ദേഹം അങ്ങനെയാണോ ചെയ്യാൻ നമുക്കറിയില്ല. അവർ ചെയ്ത ജോലിക്കുള്ള പൈസയാണ് അവർ വാങ്ങിയിട്ടുള്ളത്. അതിനെപ്പറ്റി പറയേണ്ട ആവശ്യം ഇവിടെ ഇല്ല. അപ്പോൾ അതുകൂടാതെ ഇൻസ്റ്റഗ്രാം പോസ്റ്റ് വഴി പോലും ഈ ഒരു മൂവിനെ പ്രൊമോട്ട് ചെയ്തിട്ടില്ല എന്നുള്ളൊരു അലിഗേഷനും കൂടി ഉണ്ടായിരുന്നു. എന്നാൽ അതും തകർന്നിട്ടുണ്ട്. അനശ്വര അതിനും മറുപടി കൊടുത്തിട്ടുണ്ട്. 2024 ഓഗസ്റ്റിലും അതുപോലെ തന്നെ ജൂലൈയിലും അവർ 2 പോസ്റ്റുകൾ ഇൻസ്റ്റഗ്രാമിൽ പോസ്റ്റ് ചെയ്തിട്ടുണ്ടായിരുന്നു. അതും ഈ ഒരു മൂവിയിലെ നായകനായിട്ടുള്ള ഇന്ദ്രജിത്തിനെ ടാഗ് ചെയ്തിട്ട് തന്നെയാണ് ഈ ഒരു മൂവിയുടെ പോസ്റ്റർ അവർ ഇൻസ്റ്റഗ്രാമിൽ പോസ്റ്റ് ചെയ്തിട്ടുള്ളത്. അതിൻ്റെ എവിഡൻസും ഈ ഒരു കുറിപ്പിൻ്റെ കൂടെ തന്നെ അവർ കൊടുത്തിട്ടുണ്ട്. അപ്പം നമുക്ക് എന്തായാലും അനശ്വരയുടെ ഭാഗം ക്ലിയർ ആയിട്ട് ഫീൽ ചെയ്യുന്നുണ്ട് അല്ലേ? നല്ല രീതിയിൽ തന്നെ നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കുന്നുണ്ട് അനശ്വരയുടെ ഭാഗമാണ് സത്യം ഉള്ളത് എന്ന്. എൻ്റെ ഒരു ഒപ്പീനിയൻ വെച്ചിട്ട് ഈ ഒരു മൂവീൻ്റെ സംവിധായകൻ്റെ കുറച്ച് ചിന്തിച്ചെടുത്തൊരു തീരുമാനമാണ്. ഒരു വിവാദങ്ങൾ ഉണ്ടാക്കിയിട്ട് നമുക്ക് പ്രൊമോട്ട് ചെയ്യുക എന്നുള്ള രീതിയിലാണെന്ന് എനിക്ക് തോന്നുന്നു. നിങ്ങളുടെ അഭിപ്രായം എന്താണെന്ന് കമൻറ്റ് ചെയ്യാം. എന്തായാലും 2024 ഓഗസ്റ്റിലൊക്കെ റിലീസ് ചെയ്യാനിരുന്ന ഒരു പടമാണ്. എല്ലാവരും മറന്നു തുടങ്ങിയിരിക്കുന്നു. ആ പേര് പോലും നമുക്കൊരു പരിചിതമല്ല, ഈ ഒരു മൂവിയുടെ പേര് തന്നെ. അങ്ങനെയുള്ള ഒരു സാഹചര്യത്തിൽ വീണ്ടും റിലീസിന് ഇറങ്ങുമ്പോഴത്തേക്കിനും ഒരു പ്രൊമോഷൻ കൊടുക്കുന്നതിലും നല്ലതല്ലേ ഇങ്ങനെ ഒരു വിവാദം സൃഷ്ടിക്കുന്നത് എന്നോർത്തിട്ടാണോ, ഒരു ബുദ്ധിപരമായുള്ളൊരു നീക്കമാണോ എന്ന് എനിക്കൊരു സംശയമുണ്ട്. എന്തായാലും ദീപു കരുണാകരൻ്റെ ഒരു നീക്കം എന്ന് പറയുന്നത് സ്വന്തം പലയുടെ കുത്തിക്ക് നാറ്റിക്കുന്ന ഒരു രീതിയിലാണ് ഈ ഒരു അലിഗേഷൻസ് പോകുന്നത്. എന്തായാലും നമുക്ക് കാണാം, ബാക്കി വരുന്ന വിവരങ്ങളൊക്കെ നോക്കാം അല്ലേ? നിങ്ങളുടെ അഭിപ്രായം എന്താണെന്ന് കമൻറ്റ് ചെയ്യുക. വീഡിയോ ഇഷ്ടപ്പെട്ടെങ്കിൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, കമൻറ്റ് ചെയ്യുക. പുതിയൊരു വീഡിയോ ആയിട്ട് നമ്മൾ വീണ്ടും വരുന്നതായിരിക്കും. ഓക്കെ, അതുവരെ ബായ്.